പ്രയോജനം ഉണ്ടായല്ലോ. അന്ന് മാറ്റിവെച്ച ഓപ്പറേഷൻ മാറ്റിവെച്ച രോഗികൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വന്ന് കണ്ട്, എന്നെയും എൻ്റെ സഹപ്രവർത്തനം കണ്ട് ഒന്ന് തൊഴുത് ഒരു പുഞ്ചിരി തന്നിട്ടാണ് പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിലാണ് നമുക്ക് സമാധാനം. ഇന്നലെ ഞാൻ വൈകുന്നേരം 5 മണി 6 മണി വരെ ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. എൻ്റെ ഒരു കമ്മിറ്റിക്ക് തെളിവ് കൊടുത്തുണ്ട്. തിങ്കളാഴ്ചയും ഇത് തെളിവുകളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് അത് വളരെ സങ്കീർണമാണ്, അത് ലളിതമാക്കണമെന്നൊരു ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അതെ, അതിൽ അംഗീകാര കമ്മിറ്റിയുടെ അവസാന ചോദ്യം അതായിരുന്നു, എന്താണ് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന്. ഞാനത് നിർദ്ദേശങ്ങൾ പറയുക മാത്രമല്ല, A4 സൈസിലുള്ള 2 പേജ്, അത് 4 പേജ് അതിനകത്ത് നിറയെ അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ അത് വെക്കണം. ഞാൻ നാളെ ഈ സർവീസിലില്ലെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ അതിലൂടെ കൊടുത്തിരുന്നു. താങ്കളുടെ തുറന്ന പറച്ചിൽ കൊണ്ട് ഒരു ഗുണമുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടായല്ലോ. അന്ന് മാറ്റിവെച്ച ഓപ്പറേഷൻ മാറ്റിവെച്ച രോഗികൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വന്ന് കണ്ട്, എന്നെയും എൻ്റെ സഹപ്രവർത്തനം കണ്ട് ഒന്ന് തൊഴുത് ഒരു പുഞ്ചിരി തന്നിട്ടാണ് പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിലാണ് നമുക്ക് സമാധാനം. ധാരാളം മാറ്റങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി ഞാൻ വായിച്ചിരുന്നു. മാതൃഭൂമിയിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അക്ഷരം പ്രതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഇതിലുള്ള ഈ വികസന സമിതിയുടെയും മറ്റേ ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ അത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്.